ഓക്കെ റോഷി, 18 ടേബിളുകളാണോ 14 ടേബിളുകളാണോ ഓരോ റൗണ്ടിലും ക്രമീകരിച്ചിരിക്കുന്നത്? ആദ്യ റൗണ്ടിൽ മുനിസിപ്പാലിറ്റി മാത്രമല്ല, മുനിസിപ്പാലിറ്റിക്കൊപ്പം പഞ്ചായത്തും എണ്ണുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1, 11, 21, 31 എന്ന രീതിയിലാണ് പാറ്റേൺ എന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഏകപക്ഷീയമായ ഒരു റിസൾട്ട് ആദ്യ റൗണ്ടിൽ ഉണ്ടാവില്ല. അരുൺകുമാർ, നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിച്ച വിവരം ഇങ്ങനെയല്ല. 14 റൗണ്ട്, അതിൽ ഒന്നാമത്തെ റൗണ്ടിൽ ടേബിൾ 1 എന്ന ക്രമത്തിൽ 14 ടേബിളുകളിലായി 14 ബൂത്തുകൾ, 1 മുതൽ 14 വരെയുള്ള ബൂത്തുകൾ. അങ്ങനെ പിന്നീട് രണ്ടാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ അത് 15 മുതൽ 28 വരെയുള്ള പോളിംഗ് ബൂത്തുകൾ. അങ്ങനെയുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വിവരങ്ങളാണ്. ഏറ്റവും ഒടുവിൽ 14ാമത്തെ റൗണ്ട്, അതിൽ 2 പോളിംഗ് ബൂത്തുകൾ, 179, 180. അത് അവസാനമാണ്. അവസാനത്തെ റൗണ്ട് 14ാമത്തെ റൗണ്ടാണ്. അതിൽ 179, 180 ബൂത്തുകൾ. അത് ഒരു റൗണ്ടിൽ 14 ബൂത്തുകൾ കൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് 14 റൗണ്ടുകൾ. അവസാനത്തെ റൗണ്ട് ആകുമ്പോഴത്തേക്കും 179, 180 കണ്ണാടി പഞ്ചായത്തിലെ 2 പോളിംഗ് ബൂത്തുകളുടെ കൗണ്ടിംഗ് ആണ് അവസാന റൗണ്ടിൽ. അങ്ങനെയുള്ള ഒരു ലിസ്റ്റാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ലഭിച്ചത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. വ്യക്തത വരുത്തണം, കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യ റൗണ്ടിൽ മുനിസിപ്പാലിറ്റിയിലെ 14 ബൂത്തുകളാണ് എണ്ണുന്നതെങ്കിൽ അതിൽ BJPക്ക് 3000-ലധികം ലീഡ് വരും. അതല്ല, നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം പോലെ കൗണ്ടിങ്ങിൽ ഒന്നാമത്തെ റൗണ്ടിൽ 6 നഗരസഭാ പരിധിയിൽപ്പെട്ട ബൂത്തുകളും ബാക്കി പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ബൂത്തുകളുമാണ് എണ്ണുന്നതെങ്കിൽ അവിടെ BJPക്ക് ഏകപക്ഷീയമായ ഒരു ട്രെൻഡ് ആദ്യ റൗണ്ടിൽ വരില്ല. അത് വളരെ നിർണായകവുമായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ സൂചനകൾ നമ്മൾ പറയുന്നതായിരിക്കും. ഒരിക്കൽ കൂടി അവസാന നിമിഷം അങ്ങനെ ഒരു സംവിധാനമില്ല. കാരണം നമ്പർ അടിസ്ഥാനത്തിലാണ് സാധാരണ എണ്ണുക. കാരണം അതുപോലെ ഒരു പെട്ടെന്ന് ഡിസിഷൻ എടുക്കില്ല. നമുക്ക് തീരുമാനിക്കാം. കാര്യം റിട്ടേണിംഗ് ഓഫീസർക്ക്, ഈ കൗണ്ടിംഗ് ഓഫീസർക്ക് തീരുമാനിക്കാവുന്നതിന്റെ കാരണം ഇത് ഏകപക്ഷീയമാകുമല്ലോ ആദ്യഘട്ടത്തിൽ. അതുണ്ടാക്കാവുന്ന അങ്ങനെ പറയാൻ പറ്റില്ല. നോക്കൂ, നിങ്ങൾക്ക് ആ ടേബിളുകൾ എങ്ങനെ വേണമെങ്കിലും വിന്യസിക്കാം. നിങ്ങളുടെ മുന്നിൽ ബൂത്തുകളാണുള്ളത്, പഞ്ചായത്തുകൾ അപ്രസക്തമാണ്. അപ്പൊ ആ ബൂത്തുകളെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ക്രമീകരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ക്രമീകരണമാണ് നടത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു സംശയം. അതായത് നിങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ലീഡ് ഉണ്ടാവും ഉറപ്പിച്ചോ? സുജയ പറയണ്ട. BJPക്ക് ലീഡ് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു. ഞാൻ പറയട്ടെ, പിന്നെ 1 തുടങ്ങിയിട്ട് 104 വരെയുള്ള മണ്ഡലത്തിൽ BJPക്ക് ലീഡ് ഷുവറാണ്. അത് മിനിമം ഒരു 5000 വരെ എത്തിക്കൂടായില്ല. 5000 പിന്നെന്താ? 5000 BJP ജയിച്ചു. അതാണ് എന്റെ സ്റ്റാൻഡ്. പാലക്കാട് മണ്ഡലത്തിൽ BJP ജയിച്ചു എന്നുള്ളതാണ് എന്റെ സ്റ്റാൻഡ്. ഇന്നാണ് എടുത്തത്. ഞാൻ 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. കൃഷ്ണകുമാർ പറയുന്നുണ്ട്. കണക്കുകൾ ഇതാണ്. 7ാമത്തെ ഞാൻ പറയാം. ഞാൻ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു 2000 വോട്ട് വരെയൊക്കെ BJPക്ക് ലീഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആളാണ്. 2000 ലീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 5000 കണക്കൂട്ടാ. അങ്ങനെയാ? 2000 അപ്പം 3000 വോട്ടിന്റെ ലീഡ് അപ്പുറത്ത് വരും കോൺഗ്രസിന്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കോൺഗ്രസിന്റെ ഒരു ലീഡായിരിക്കും. ഒരു ലോഡ് ലീഡായിരിക്കും. കഴിഞ്ഞ തവണത്തെ 500 വോട്ടും കൂടെ കുറച്ചിട്ടുണ്ടല്ലോ. ഉണ്ടെന്നേ. അത് അങ്ങനെയല്ല. കഴിഞ്ഞ പ്രാവശ്യം 6000 ബാലറ്റ് പേപ്പർ എണ്ണുമ്പോ BJP ലീഡ്. ഒന്നാമത്തെ BJP ലീഡ്. ഒന്നാമത്തെ 2 റൗണ്ട് BJP ലീഡ്. രണ്ടാമത്തെ 2 BJP ലീഡ്. മൂന്നാമത്തെ ലീഡ്, 4ാമത്തെ ലീഡ്, 5ാമത്തെ ലീഡ്, 6ാമത്തെ ലീഡ്, 7ാമത്തെ ലീഡ്, 8ാമത്തെ ലീഡ്. അത് കഴിഞ്ഞിട്ട് ബാക്കി UDF ലീഡ്. അല്ല, 10 കഴിഞ്ഞാൽ UDFന്റെ ലീഡ് ആയിരിക്കും. പക്ഷെ അത് 16 റൗണ്ടുകൾ വരെ കഴിഞ്ഞ തവണ കാത്തിരുന്നു. ഇത്തവണ പക്ഷേ 10 റൗണ്ടുകൾ വരെ കാത്തിരുന്നാൽ മതി. ഞാൻ പറയുന്നു 7ാമത്തെ റൗണ്ട് വരെയും പാലക്കാട് ഇത്തവണ വളരെ നിർണായകമായിരിക്കും. 7 റൗണ്ടിന് ശേഷം മാത്രമേ നമുക്കിത് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ അതിനൊന്ന് നിർവചിക്കണം. അതായത് ഇപ്പം ഞാൻ പറയുന്നത് ആദ്യത്തെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു 2000-2500 താഴെയൊക്കെ ആയിരിക്കും ലീഡ് BJPക്ക്. അപ്പോൾ അതിനൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ പിരായിരിലൊക്കെ വൻ മുന്നേറ്റമായിരിക്കും. അങ്ങനെ പിരായിരിൽ മാത്രമല്ല, മാത്തൂര് മുനിസിപ്പാലിറ്റിയിൽ 2ാം സ്ഥാനത്ത് LDF വന്നാൽ പ്രശ്നമില്ല സുജി. അപ്പൊ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ വന്നിട്ട് എന്നെ തട്ടിയിട്ട് ഇഞ്ചോടിഞ്ചാന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കാരണവശാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ലെഫ്റ്റ് രണ്ടാമത് വരില്ല. കാരണം ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരു 16,000 വോട്ടൊക്കെ അല്ലേ 2 തവണയും. 21-ലും അതെ,
24-ലും അതെ 16,000 വോട്ടൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ പിന്നിപ്പോകുന്നത്. കാരണം വെച്ചാൽ മാത്തൂരും ഈ പറയുന്ന കണ്ണാടിയിലും അവർക്ക് മുന്നേറ്റമുണ്ട്. പക്ഷെ വളരെ പിന്നിലാണ് ഈ മറ്റേ പിരായിരിയിലും എവിടെ മുനിസിപ്പാലിറ്റി. അതുകൊണ്ടാണ് അവർ 3-ാം സ്ഥാനത്ത്. മുനിസിപ്പാലിറ്റിയാണ് 76,000 വോട്ടാണല്ലോ മുനിസിപ്പാലിറ്റിയിലുള്ളത് അല്ലേ? അതിനകത്ത് എത്ര വോട്ട് കിട്ടുന്ന സാർ പറയുന്നത്? അതിന്റെ കാര്യം അറിയാവോ? കഴിഞ്ഞ പ്രാവശ്യം എത്രയാണെന്നറിയാവോ? 34 അല്ല 34-ഉം 8-ഉം 42, 20, 62, 6-ഉം 68-ഉം 10, 78,000 വോട്ടാണ് 21-ൽ പോൾ ചെയ്തത്. 2021 അല്ലെ 78,000. 34,000 ലീഡ്. അല്ല 34,000 ശ്രീധരൻ. 28,000 ആയിരുന്നു ആർക്ക്? യു ഡി എഫിന്. 6,000-ന്റെ ലീഡാണ് മറികടന്നത്. ആ 6,000-ന്റെ ലീഡ് വേണ്ട പിരായിരി പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരന് കിട്ടിയ 6,000-ന്റെ ലീഡ് കിട്ടില്ല. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് കിട്ടിയ ലീഡിൽ 1000 വോട്ടിൽ കൂടുതൽ കുറയാൻ സാധ്യതയില്ല എന്നുള്ള എന്റെ. ഞാൻ പറയുന്നത് 4,000 വോട്ട് കുറയുന്ന 4,000 വോട്ട് കുറയുന്ന ഞാൻ പറയുന്നത്. അതായത് 30% എന്താണ് ശ്രീധരന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അതിന്റെ 30% ലീഡ് പിന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കൃഷ്ണകുമാറിന് നേടാൻ കഴിയുള്ളൂ. അതിനേക്കാളും എന്നാൽ നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് ഈ ശ്രീധരന്റെ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടില്ല പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. 24-ലെ 6,000-ൽ നിന്ന് 497-ലേക്കാണ് വീണത്. ആയിക്കോട്ടെ അല്ല ലോക്സഭയിൽ ഞാൻ രണ്ട് ക്രൈറ്റീരിയ അല്ല. ഈ കാര്യത്തിൽ 2 ക്രൈറ്റീരിയ അല്ല.